الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ മഹത്തായ ചർച്ചാ വിഷയം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഏക ഇബാദത്ത് അമലിനെ സംബന്ധിച്ചാണ്. ഇത് മഹാനായ അഷ്റഫ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തതുമായ ഒരു ഇബാദത്ത്, ഒരു അമൽ. പക്ഷെ നമ്മളെല്ലാവരും നമ്മൾക്ക് എന്ത് വേണമെന്നറിയോ? ഒക്കെ ദുനിയാവാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിരിക്കുന്ന വിഭാഗം അമ്പിയാക്കളാണ്, പിന്നെ ഔലിയാക്കളാണ്, പിന്നെ അവരോട് അടുത്ത ഏറ്റവും ഈമാനിനോട് അടുത്ത ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സമുദായത്തെ നയിച്ച മഹാന്മാരായ സ്വഹാബത്ത്, അള്ളാഹുവിൻ്റെ റസൂൽ എത്രമാത്രം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ എത്രമാത്രം കഠിന പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അമ്പിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ഈസ നബി അലൈഹി സ്വലാം, മൂസ നബി, എല്ലാവരും അങ്ങേയറ്റത്തെ പരീക്ഷണത്തിന്റെ ആ ഒരു പടുകുഴിയിലേക്ക് ആഴ്ത്തപ്പെട്ടവരാണ് അവർ. എന്തിനു വേണ്ടി? നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റിക്കോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക. അത് നമ്മൾക്ക് ദുന്യാവ് മാത്രമാണെങ്കിൽ അത് വെറുതെയാണ്. അതങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ദുന്യാവ് ഉദ്ദേശിച്ചാൽ ദുന്യാവ് കിട്ടും, ആഖിറം ഉദ്ദേശിച്ചാൽ ആഖിറം കിട്ടും, രണ്ടും കൂടെ ഉദ്ദേശിച്ചാൽ രണ്ടും കിട്ടും. നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവേ നിന്റെ കടുത്ത ബലാഹുകൾ പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അള്ളാഹ്, അത് താങ്ങാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്കില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരൊറ്റ ഇബാദത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ, നേട്ടങ്ങൾ നമ്മൾക്കുണ്ടാവും. നമ്മുടെ ചിന്തയെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുപോകും. ആ അപാരമായ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, ദൗലത്ത്, താഖത്തൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി നമ്മുടെ ബുദ്ധി വിശാലമായിരിക്കും. രണ്ടാമത്തെ കാര്യം, നരകത്തിൽ നിന്നുള്ള മോചനം. അതാണല്ലേ നമുക്ക് വേണ്ടത്. ജീവിതം എന്നുള്ളത് ഈ 75, 85, 90 കൊല്ലക്കാലമല്ല, വരാനിരിക്കുന്ന ജീവിതം മനുഷ്യന് ശാശ്വതമായ ജീവിതമുണ്ട്. അവിടെ ആ നരകത്തിൽ നിന്ന് മോചനം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈമാൻ ജാസ്തിയായിക്കൊണ്ടിരിക്കും, ആ മനുഷ്യന്റെ ഈമാൻ പ്രകാശിക്കും. ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കേണ്ടതിൽ. അതുപോലെ തന്നെ ഒരുത്തിൻ്റെയും ചോദ്യം റബ്ബുൽ ഇസ്സത്ത് പാഴാക്കി കളയുകയില്ല, തടയുകയില്ല എന്നുണ്ട്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുമായുള്ള ബന്ധം, ക്ഷമ കൈക്കൊള്ളൽ, ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു ഇബാദത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവർത്തികമാക്കിയതും ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഒരു മഹത്തായ ഹദീസും കൂടെയാണ് ഇത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു രാത്രി എൻ്റെ മാതൃ സഹോദരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുമായിരുന്ന മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിച്ചു. എന്തിനു വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാത്രിയുള്ള ഇബാദത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാഹു റസൂൽ എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നത്, എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിന്റെ രീതി, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുഖമൊന്ന് തടഞ്ഞു. ആ ഉറക്കിനൊന്ന് തടഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ ഓതിയ ഒരു 10 ആയത്തുകളുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിന്റെ അവസാനത്തെ 10 ആയത്താണ്. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار
ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഈ ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ അവസാനം വരെ ഈ ആയത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത്. ഞാൻ ഹദീസിൻ്റെ എല്ലാ ഇയറും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് പഠിക്കുക, എന്നിട്ട് നമ്മൾ നോക്കിയാൽ ഓതിയാലും മതി. അറിയാത്ത നമ്മൾക്ക് നോക്കാതെ കാണാതെ അറിയാത്ത ആളുകൾ നോക്കി ഓതിയാലും മതി. മനസ്സിലായല്ല? അപ്പൊ എന്താ ഇതിൽ പറയുന്നത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അല്ലാഹുവേ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയും പകലും മാറി മാറി വരുന്ന പ്രതിഭാസത്തിലും, ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക്, ആയത്തിൽ മനസ്സിലാക്കുന്നവർക്ക്, ഗവേഷണം നിരീക്ഷണം നടത്തുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അതാർക്കേ അതിന് സാധിക്കുള്ളൂ? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഒരു കൂട്ടരാണ് يذكرون الله قياما وقعودا وعلى جنوبهم. അവർ കിടന്നും ഇരുന്നും അതുപോലെ തന്നെ നിന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്, അഥവാ നമസ്കാരം നിർവഹിക്കുന്നവരാണ്. നിസ്കരിക്കാൻ കഴിയുമ്പോൾ നിന്ന് നിസ്കരിക്കും, അല്ലാത്തപ്പോൾ ഇരുന്ന്, അല്ലാത്തപ്പോൾ കിടന്ന് നമസ്കാരം നിർവഹിക്കുന്നവരാണ്, അള്ളാഹുവിനെ ചിന്തിക്കുന്നവരാണ്. തീർച്ചയായും ആകാശഭൂമിയിലുള്ള സൃഷ്ടിപ്പിനെ അവർ ചിന്തിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബന, ഞങ്ങൾ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇത് നീ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയെ തൊട്ട് നീ കാക്കണേ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ തടയണേ അല്ലാഹ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിൽ ഒരു പാടുണ്ട്. ഇങ്ങനെ ഞാൻ വിശദീകരിക്കാൻ നിന്നാൽ നമ്മൾ വീഡിയോ ദീർഘിച്ചു പോകും. അപ്പം ഇതിൻ്റെ ഒരു പരിഭാഷയും, നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പരിഭാഷയെങ്കിലും വാങ്ങിയിട്ട് നമ്മൾ വായിക്കുക, ഇത് കാണാതെ നമ്മൾ പഠിക്കുക, എന്നിട്ട് നമ്മളത് ചൊല്ലുക. മനസ്സിലായല്ലോ? എപ്പോൾ തഹജ്ജുദിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, തഹജ്ജുദ് നിസ്കരിക്കാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യം. അപ്പം എല്ലാവർക്കും ഇത് വെറുതെ ലാഭത്തിൽ പെട്ടെന്ന് എന്താകണം, ദുന്യാവ് നല്ലതും കിട്ടണം, അതുപോലെ ആഹ്റത്തിലും കിട്ടണം. അതങ്ങനെയൊന്നും സംഭവം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും ചെയ്യും, നൽകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾക്ക് ചോദിക്കാം, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്ന. റബ്ബനാ, ഞങ്ങൾ റബ്ബേ, ഇന്നനാ സമിഅനാ, തീർച്ചയായും ഞങ്ങൾ കേട്ടിരിക്കുന്നു, മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഈമാനിന് വേണ്ടി ക്ഷണിക്കുന്ന ഒരു ക്ഷണിതാവിനെ, അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ കേട്ടിരിക്കുന്നു. അൻ ആമിനൂ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിക്കും, അൻ ആമിനൂ ബിറബ്ബിക്കും, നിങ്ങൾ റബ്ബിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫആമന്നാ, തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചു. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഗ്ഫിർ അന്നാ സയ്യിഅതിനാ വതവഫനാ മഅൽ അബ്റാർ. നിങ്ങൾ റബ്ബിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയും ഈ ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണിതാവിൻ്റെ ആ ഒരു ക്ഷണത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹ് ഫആമന്നാ, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു. റബ്ബനാ, ഞങ്ങൾ റബ്ബേ, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ദുനൂബന, ഞങ്ങളുടെ കുറ്റങ്ങളെ, പാപങ്ങളെ, വഗ്ഫിർ അന്നാ സയ്യിഅതിനാ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ മായ്ച്ചു കളയണം, ഇല്ലാതെയാക്കി തരണം, വിട്ടുവീഴ്ച നൽകണം. വതവഫനാ മഅൽ അബ്റാർ, ഗുണവാന്മാരോടുകൂടി, നല്ല ആളുകളോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണം. ഇതൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പരിഭാഷയെങ്കിലും വാങ്ങി നമ്മളൊന്ന് വായിക്കുക. അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൊരുൾ മനസ്സിലാവും. അങ്ങനെ ഇത് നമ്മൾ കാണാതെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ തഹജ്ജുദിനൊക്കെ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്തതുപോലെ നമ്മളും ചെയ്യുക എന്നുള്ളൊരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും നമ്മൾക്ക് കിട്ടാനുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഖൈറ് ഉദ്ദേശിച്ചെങ്കിൽ മാത്രമാണ് അവനെ ഖൈറിലേക്ക് നയിക്കുക. ഇതൊക്കെ നമ്മൾക്ക് വെറുതെ കിട്ടണം എന്ന് വിചാരിച്ചാൽ ഇതെല്ലാം പാടെ 10 ആയത്ത് കാണാതെ പഠിച്ചിട്ടൊന്നും ഇപ്പോൾ ഇത് കഴിയില്ല. കാണാതെ ഓതാൻ അറിയാത്തവർ കണ്ടു ഓതുക. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ഒരു 2 ലക്ഷം ഉറുപ്പ്യ ഇത് കാണാതെ ഓതി പഠിച്ചാൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായാലും ഒരു മാസം കൊണ്ടാണെങ്കിലും 2 മാസം കൊണ്ടാണെങ്കിലും തീർച്ചയായും അത് പഠിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലേ? 2 ലക്ഷം ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞാൽ ഈ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ മുതൽ
യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസ്വാബിറൂ വറാബിത്തു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇതുവരെ നിങ്ങൾ കാണാതെ പഠിച്ച 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കും. അറിയാം, എനിക്കറിയാം, എല്ലാവരും പഠിക്കും. അപ്പോൾ അത്ര അതിനെ മുഖവിലക്കെടുക്കാത്ത ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല. അത് നമ്മൾ മനസ്സിൽ ഇതിനെ ആഴത്തിൽ അതിനെ ഉൾപ്പെടുത്തി അതുകൊണ്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾ സ്വാലിഹീങ്ങൾ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ അനവധി നിരവധി ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയാണ് നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. ദുനിയാവിൽ വലിയ കടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അത് താങ്ങാനുള്ള ശേഷിയും കഴിവും ഞങ്ങൾക്കില്ല റഹ്മാനെ. ഞങ്ങളുടെ ഖൽബ് ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ റഹ്മാനെ. برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.